ഇന്ന് നമുക്കൊരു ചെമ്മീൻ അച്ചാറിന്റെ റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കുറച്ച് നേരത്തേക്ക്. മസാലയൊക്കെ പുരട്ടി വേണമെങ്കിൽ മാറ്റി വെച്ചാൽ മതി, അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചെമ്മീൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം, കറിവേപ്പില, പിന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ്. പ്രോൺസിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് ആ വെള്ളമൊക്കെ വറ്റി നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്തെടുക്കണം. അതാണ് ചെമ്മീൻ്റെ ഒരു പാകം. ഇതെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിലിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് റോസ്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സബോള ആഡ് ചെയ്ത് കൊടുക്കാം. സബോളയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളിയോ എടുക്കാവുന്നതാണ്. ഉള്ളിയാണെങ്കിൽ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിവിടെ സബോളയാണ് എടുത്തത്, ഉള്ളി നന്നാക്കാൻ മടിയായത് കാരണം. അത് കഴിഞ്ഞ് സബോള നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവണം, കരിഞ്ഞു പോകാതെ നോക്കണം. അതിനുശേഷമാണ് നമ്മൾ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ എരിവിന് അനുസരിച്ചാണ് മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത്, അതാണ് ഞാൻ അളവ് പറയാത്തത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മസാല ഇടുന്ന ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിനാഗിരി ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ വെള്ളവും കൂടെ ആഡ് ചെയ്യാം. തിളപ്പിച്ചാറിയ വെള്ളം വേണം ആഡ് ചെയ്യാനായിട്ട്. ഞാൻ ആഡ് ചെയ്തത് വെള്ളവും വിനാഗിരിയും കൂടെ ഉള്ളൊരു മിക്സാണ്. അതിനകത്ത് ഉപ്പും ചേർക്കുന്നുണ്ടേ. പിന്നെന്താ, നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡിയായി. അപ്പം ശരി, ബൈ.